ഭരണവിരുദ്ധ വികാരമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു മാറ്റം എന്നുള്ള ഒരു സാധനമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, വികസനങ്ങൾ നടക്കുന്നുണ്ട്, പാലങ്ങൾ വരുന്നുണ്ട്, റോഡുകൾ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും പിന്നെ അതേമാതിരി നമ്മുടെ മെഡിക്കൽ സെക്ടർ ആയാലും പിന്നെ നമ്മുടെ പെൻഷൻ്റെ കാര്യങ്ങളെല്ലാം ഉയർന്നുകൊണ്ട് നിൽക്കുകയാണ്, ഒന്നും താഴോട്ട് പോവല്ല. നമ്മുടെ കഴിഞ്ഞ 10 കൊല്ലം മുന്നേ പറയുമ്പോൾ ഒരു 40% സർക്കാർ സ്കൂളുകൾ അടച്ചു പൂട്ടണം എന്ന് പറഞ്ഞ ഒരു ടൈം ഉണ്ടായിരുന്നു. അതിന്ന് ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറി. അപ്പോൾ അതുകൊണ്ടൊക്കെ LDF വരണം, പിണറായി സർക്കാർ തുടരണം. ഒരു മാറ്റം, ഒരാളിപ്പോൾ LDF വന്ന് അടുത്ത പ്രാവശ്യം കോൺഗ്രസ്സിന് കൊടുത്ത്, അങ്ങനെ അടുത്ത പ്രാവശ്യം BJP കൊടുത്ത്, അങ്ങനെ ഒരു മാറ്റം വന്നാലേ എന്തെങ്കിലും കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എന്താ പറയുക കിട്ടുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഒരാളെ തന്നെ വെച്ചാൽ ഓൾക്കൊരു അത് അവരൊന്നും ചെയ്യില്ല. പിന്നെ അതായത് ആൾക്കാർ മണ്ടന്മാരാന്നുള്ള ഒരു സാധനം ഓൾക്കുണ്ടാവും, പിന്നെയും വോട്ട് ചെയ്യുന്നുള്ളതുണ്ടാവും. അതിനെക്കൊണ്ട് അങ്ങനെ തന്നെ തുറന്നു പോകും, വലിയ ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെ മാറ്റി കൊണ്ടുവന്നാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എനിക്ക് തോന്നുന്നു. നമ്മുടെ വയനാട് നടന്ന എന്താ പറയുക ഉരുൾപൊട്ടൽ, അതിൽ വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു. എത്ര പെട്ടെന്നാണ് വീട് വെച്ച് കൊടുത്തത്. ഇതൊന്നും മറ്റുള്ള ആൾക്കാർ കാണുന്നില്ല. തറക്കല്ലിട്ടിട്ടേ ഉള്ളൂ, ഇതുവരെ നടന്നിട്ടില്ല. തറക്കല്ലിന്റെ കുഴി അവിടെ ഉണ്ട്. ഇപ്പം നമ്മുടെ റോഡുകൾ എടുത്താൽ, പാലമണി എടുത്താൽ എവിടെയാണ് വികസനം ഇല്ലാത്തത്? ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മേഖല എടുത്ത് നോക്കിയാൽ ഇപ്പം കുട്ടികൾക്ക് എന്ത് പ്രയാസമാണുള്ളത്? പവർ കട്ട് എന്താണെന്നറിയില്ല. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് പവർ കട്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ പവർ കട്ട് ഇല്ല. ഫുഡ്, ഉച്ചക്കത്തെ ഫുഡ്, മന്തി എന്തൊക്കെയാ കൊടുക്കണേ? ഇതൊക്കെ ഒരു വികസനം തന്നെയല്ലേ? ചോറും കടലക്കറി ആയിരുന്ന സമയത്ത് ഇപ്പൊ മന്തി, ബിരിയാണി, ഇതൊക്കെ തന്നെയല്ലേ ഒരു വികസനം എന്ന് പറയുന്നത്? വരെ ചിക്കൻ ബിരിയാണി, നമുക്ക് പായസം ഉപ്മാവൊക്കെ ആയിരുന്നില്ലേ? അതാണ്.